നമ്മുടെ കാലം വളരെ മോശമാണ്. യുദ്ധക്കെടുതി ഇല്ല, അത് വല്ലാത്ത പ്രയാസം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ 98% ആളുകളും നിങ്ങളുടെ വീട്ടുകാരൊക്കെ പ്രവാസ ലോകത്ത് അബുദാബിയിലുള്ളവരായിരിക്കും. യുദ്ധക്കെടുതി അത് വല്ലാത്ത പ്രയാസമാണ്. ഞാൻ നിങ്ങളോട് പറയാ, ഇനിയും നമ്മുടെ ജീവിതം ശരിയാക്കിയില്ലെങ്കിൽ പല പരീക്ഷണങ്ങളും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ഇനിയും നമ്മള് ആർഭാടമാകുന്ന ജീവിതമാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഇനിയും നമ്മളെ പരീക്ഷിക്കും. ഇപ്പൊ അതിലുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മലബാറിലെ കല്യാണം എന്ന് പറയുന്നത്, അല്ലെ? പണ്ടുകാലം തൊട്ട് വയന്ന് പറയുന്ന ഉസ്താദന്മാര് ഇതിനെതിരെ പ്രസംഗിക്കും. പക്ഷെ അപ്പോഴും ഉസ്താദന്മാരെതിരെ കേസ് കൊടുക്കാനും അല്ലെ ഉസ്താദന്മാരെ ട്രോളാനും കുറ്റം പറയാനും മാത്രമേ ഇന്ന് വരെ എന്റെ പ്രിയപ്പെട്ട എല്ലാം പോയിട്ടുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ ഇന്ന് ഇങ്ങോട്ട് വരുന്നത് വരെ ഞാൻ അത്യാവശ്യം സോഷ്യൽ മീഡിയക്ക് ഉപയോഗിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരു സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാം നോക്കുമ്പോ ഏറ്റവും കൂടുതൽ മലബാറിലെ കല്യാണത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ ഡാൻസും ഈ എല്ലാവിധ തമ്മാടിത്തരങ്ങളും നടക്കാം. ഇപ്പൊ ഒരു പുതിയൊരു ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ തുറന്നു പറയാം. ഞങ്ങളുടെ ഈ തെക്കൻകാലത്തിലുള്ള കൊച്ചിയിലുള്ളൊരു ചങ്ങാതി ഉണ്ടെന്നാണ് അലിൻജോസ് പറയാൻ. അങ്ങനെ ഒരു ചങ്ങാതി ഉണ്ട്. ഈ ചങ്ങാതിനെ വിളിച്ചിട്ട് കല്യാണത്തിന് കൊണ്ടുവരിക. മുസ്ലിമീങ്ങൾ നമ്മളതാ ശ്രദ്ധിക്കണ്ടേ, ഹൈന്ദവരല്ല, ക്രൈസ്തവരല്ല. ഈ അലിൻജോസ് പെരേര എന്നുള്ളൊരു ചങ്ങാതി കൊണ്ടുവരിക, വിളിച്ചോണ്ട് വരിക. എന്നിട്ട് മലബാറിലെ കല്യാണങ്ങൾ കൊണ്ടുവന്നിട്ട് പേക്കൂത്ത് നടത്തിയിട്ട് അവിടെ ഡാൻസ് കളിപ്പിക്കുക, കോമാളിയാക്കുക, എന്നിട്ട് പറഞ്ഞു വിടുക. ഞാൻ നിങ്ങളോട് പറയാ, ഈ നിക്കാഹിന്റെ ദിവസം എന്ന് പറയുന്നത് അത് ബറക്കത്തുള്ള ദിവസം. നിക്കാഹിന്റെ ദിവസം എന്ന് പറയുന്നത് ബറക്കത്തുള്ള ദിവസം. നമ്മുടെ ബന്ധുമിത്രാദികളും കൂട്ടുകാരികളും വന്നിട്ട് ഡാൻസ് കളിക്കാനും പടക്കം പൊട്ടിക്കാനൊക്കെ അവരുണ്ടാവും. ഞാൻ നിങ്ങളോട് പറയാ, ജീവിക്കേണ്ടത് നിങ്ങളും നിങ്ങളുടെ ഭാര്യയാണ്. അതിന്റെ എല്ലാവിധ ഷർറും അതിന്റെ എല്ലാവിധ മുസീബത്തും നമ്മുടെ ജീവിതത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവർ അള്ളാഹു നൽകും. അപ്പൊ എന്ത് ചെയ്യാ, കല്യാണങ്ങളിലെ ആർഭാടങ്ങളൊക്കെ കുറക്കുക. 30,000 35,000 മിഠായിയാണ് എന്ത് ചെയ്യാ കൊണ്ടു കൊടുക്കണം, മിഠായിക്ക് വേണ്ടി കൊടുക്കണം. അള്ളാഹു കാത്തിരിച്ചിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ എന്ത് ചെയ്യാ, ആർഭാടങ്ങളൊക്കെ കുറച്ച് നല്ല രീതിയിൽ ജീവിക്കുക. അള്ളാഹു എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. യുദ്ധക്കെടുതിയിൽ നിന്ന് അള്ളാഹു നമ്മളെ സലാമത്താക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു എല്ലാവിധ മാരകമാകുന്ന രോഗങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. ഖബറില് വെളിച്ചം ലഭിക്കുന്ന, ഖബറിൽ പ്രകാശം ലഭിക്കുന്ന രണ്ടാമത്തെ വിഭാഗമായി നബിതങ്ങൾ പറയാ, ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബിതങ്ങൾ പറയുകയാ, സഹാബാ, ഖബറിൽ വിജയിക്കുന്ന രണ്ടാമത്തെ വിഭാഗമുണ്ടല്ലോ. ആരെങ്കിലും ഒരാൾ ഖബറിൽ വിജയിച്ചു കഴിഞ്ഞാൽ പടച്ചവന്റെ പരലോകത്ത് വിജയിക്കുമെന്ന് നബിതങ്ങൾ അതാ പറയുമ്പോ രണ്ടാമത്തേതാ, രണ്ടാമത്തെ വിഭാഗമേതാ? പള്ളിയിൽ നിന്ന് പങ്കെടുക്കുകയാ, എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് കടന്നു വരുന്നവരാരാ? അള്ളാഹുവിന്റെ പള്ളിയിൽ കടന്നു വരുന്നവരാരാ? നമസ്കരിക്കുന്നവരാരാ? ഇബാദത്ത് ചെയ്യുന്നവരാരാ? വെറുതെ നമസ്കരിക്കുന്നവരല്ല. നബി തങ്ങൾ പറയുകയാ, ഇഖ്ലാസോടെ നമസ്കരിക്കുന്നവരാരാ? തഖ്വയോടെ നമസ്കരിക്കുന്നവരാരാ? ഇൻഷാ അല്ലാഹ് അവരുണ്ടല്ലോ ഈമാനോടെ മരിക്കുന്നതാ, ഖബറില് വിജയിക്കുന്നവരാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, വഅദ നടത്തിയാൽ, റാത്തീബ് നടത്തിയാൽ, ഉറൂസ് നടത്തിയാൽ, മൗലിദ് ചൊല്ലിയാൽ, ബിരിയാണി കൊടുത്താൽ, ചീരടി കൊടുത്താൽ, നന്മകൾ ചെയ്താൽ, എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, നമസ്കാരമുണ്ടല്ലോ ഒഴിവാക്കല്ലേ, ഇബാദത്തുകളുണ്ടല്ലോ ഒഴിവാക്കല്ലേ. ലോകത്തിന്റെ പ്രവാചകൻ പറയുകയാ, ആരെങ്കിലും ഒരാള് 5 വഖത്തിന്റെ പ്രിയമുള്ളവരെ അതോടെ ഇഖ്ലാസോടെ തഖ്വയോടെ നിസ്കരിക്കുന്നവരാരാ? അവര് ഖബറിലതാ വിജയിച്ചവരാ. അതുകൊണ്ടാണ് ഖുർആനിലൂടെ നബി തങ്ങൾ പറയുന്നത്, ഫദൈലുൽ മുസല്ലീ, നമസ്കരിക്കുന്നവർക്ക് നരകമാ, നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന് പറയുന്ന നരകമാ. സഹാബിമാര് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നമസ്കരിക്കുന്നവർക്കുണ്ടല്ലോ വൈലെന്ന് പറയുന്ന നരകമുണ്ടല്ലോ, എന്തിനാ നബിയേ? നബി തങ്ങൾ പറയുകയാ, സഹാബാ,
ചില ആളുകളുണ്ട് സഹബ, അവര് നമസ്കരിക്കുന്നവരാ, ഇബാദത്ത് ചെയ്യുന്നവരാ, എന്നാൽ അവരാളുകളെ കാണാ നിസ്കരിക്കുന്നവരാ. അങ്ങനെ നിസ്കരിക്കുന്നവരുടെ നമസ്കാരമുണ്ടല്ലോ, അല്ലാഹു വേണ്ട, അല്ലാഹു വേണ്ട, അല്ലാഹു വേണ്ട. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഈ കാണുമ്പോ പള്ളിയിൽ വന്ന് നമസ്കരിക്കുമ്പോ ഇഖ്ലാസുള്ളവരാരാ, തഖ്വയുള്ളവരാരാ, അദബുള്ളവരാരാ, അവർ ഇൻഷാ അല്ലാഹ് അവരതാ ഖബറിൽ വിജയിച്ചവരാ. നാദാ 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. 5 വഖത്ത് കൃത്യമായി ഇഖ്ലാസോടെ നിസ്കരിക്കുന്നവരാരാ, അവരെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഖബറിൽ വിജയിച്ചവരാ. നബിയനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ നിസ്കരിക്കണവരല്ല, പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോ ഇഖ്ലാസും അദബും തഖ്വയും ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അങ്ങനെ നിസ്കരിക്കുന്നവരാരാ, അവർ ഈമാനോടെ മരിക്കുന്ന